ഇദ്ദേഹം പാപഗ്രഹം ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ ലഗ്നത്തിന് ഇയാൾ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ ഈ ലഗ്നാധിപന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനാണ്. അപ്പൊ അവനവന് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും, ദേഹസ്യ സൗഷ്ഠവം, ശാരീരികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ മനസ്സിനെ ബാധിക്കും. ശനി സഞ്ചരിക്കുന്ന കാലഘട്ടത്തെ നമ്മൾ കണ്ടകശനി എന്ന് പറയും. 2.5 വർഷമുണ്ട്, അത് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി ഈ ഗ്രഹങ്ങളെ ശുഭഗ്രഹങ്ങളെന്നും പാപഗ്രഹങ്ങളെന്നും തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പാപഗ്രഹങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്ക് ഈ പേരിൽ തന്നെ മനസ്സിലാവും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ കക്ഷി ഇവിടെ വെറുതെ നിൽക്കില്ല, പല അപ്പുറം ഇപ്പുറമുള്ള എല്ലായിടത്തേക്കും ശ്രദ്ധിക്കും. ഇയാൾ ഒന്ന് ഇവിടെ തന്നെ കുഴപ്പമുണ്ടാക്കും. ഈ പാപനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്താണ് കുറച്ചൊരു തലതിരിഞ്ഞവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പ്രശ്നക്കാരനാണ്, അയാൾക്കും പ്രശ്നം തന്നെയാണ്. ഇയാൾ അയാൾ എന്തുകൊണ്ട് പ്രശ്നക്കാരനാവുന്നു ചോദിച്ചാൽ അയാൾക്ക് മനസ്സുഖമില്ലാഞ്ഞിട്ടാണ്. വേണ്ട രീതി ഈ സമൂഹത്തിൽ അയാൾക്ക് സ്വസ്ഥതയില്ല. അയാൾ ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ ആയിട്ടുള്ള സംഗതികളൊന്നും അയാളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനോ ആ വഴിയിൽ കൂടി അയാൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് അയാൾ പ്രശ്നക്കാരനായി മാറുന്നത്. അയാൾ സ്വയം പ്രശ്നക്കാരനാണ്. ഒരാൾ പ്രശ്നക്കാരനാണെന്ന് നമ്മൾ പറയുമ്പോൾ അയാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ല, സ്വയം അയാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് ബാക്കിയുള്ളതിലേക്ക് സ്പ്രെഡായിട്ട് വരുന്നത് പ്രശ്നങ്ങൾ. അപ്പോൾ അയാൾ സ്വയം പ്രശ്നക്കാരനാണ്. അപ്പം ലഗ്നത്തിനെ തന്നെ അങ്ങ് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാപഗ്രഹമാണ് ശനി. അപ്പോൾ പാപഗ്രഹമാണെന്ന് പറയുമ്പോഴും പൂർണ്ണമായിട്ട് അങ്ങനെ പറയില്ല. കാരണം നല്ല ഭാവങ്ങളുടെ അധിപനായിട്ട് ജാതകത്തിൽ നല്ല ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9ാം ഭാവത്തിൻ്റെ അധിപനായിട്ട് 5ാം ഭാവാധിപനായിട്ട് നല്ല ഭാവങ്ങളാണ് അതൊക്കെ. ആ ഇഷ്ടസ്ഥനായി ഭാഗ്യാധിപനായിട്ട് ഇഷ്ടസ്ഥനായിട്ട് നിൽക്കുന്ന ശനിയാണെങ്കിൽ അദ്ദേഹം നല്ല ഫലേ ചെയ്യുള്ളൂ. പക്ഷേ വളരെ ശ്രദ്ധിച്ചിട്ട്, കാരണം ശനി എന്ന് പറയുന്നത് എപ്പോഴും കാരണം ഒരുപാട് ദൂരം അയാൾക്ക് സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ കുറേ നമ്മളൊരു യാത്രയ്ക്ക് തന്നെ കുറേ ദൂരം സഞ്ചരിച്ച് ഒരു 2 ദിവസത്തെ യാത്രയാണെങ്കിൽ നമ്മൾ നല്ല സന്നാഹത്തോടു കൂടി നമ്മൾ നല്ല സജ്ജരായിട്ട് മാത്രമേ യാത്ര ചെയ്യുള്ളൂ, അല്ലേ? അതേപോലെ തന്നെ ഇദ്ദേഹം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ കാര്യം ചെയ്യുക. ഒരു പടി കയറിയാൽ അത് കയറിയതാണ്, തെന്നി വീഴാൻ ചാൻസ് വളരെ റെയറാണ്. നമ്മളായിട്ട് വീഴാനായിട്ട് പരിശ്രമിച്ച് വീഴണം, ഇല്ലെങ്കിൽ വീഴില്ല. ഇദ്ദേഹം പാപഗ്രഹം ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ ലഗ്നത്തിന് ഇയാൾ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ ഈ ലഗ്നാധിപന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവനാണ്. അപ്പോൾ അവനവന് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും, ദേഹസ്യ സൗഷ്ഠവം, ശാരീരികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായ സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ മനസ്സിനെ ബാധിക്കും. അപ്പോൾ ശരീരത്തിനും മനസ്സിനും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമ്മളുടെ പ്രവൃത്തികളെ എല്ലാം അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ സൽപ്പേരിന് അത് കളങ്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അപവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ ശരീരവും ശരിയല്ല, ഇയാളുടെ മനസ്സും ശരിയല്ല എന്ന് പറയുമ്പോൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇദ്ദേഹത്തിന് സാധിക്കാതെ വരും. അത് പല കാര്യങ്ങളിലും അത് തടസ്സങ്ങൾ ഉണ്ടാക്കും. ഒരു വിദേശത്ത് പോകാൻ പരിശ്രമിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫയൽ മറന്നു വെച്ചിട്ട് ഏജൻസിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തടസ്സം വന്നു. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള പല പ്രയാസങ്ങളും ലഗ്നത്തിൽ നിൽക്കുന്ന ഈ ശനി ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന് ചുറ്റുപാടും എല്ലാ വീടുകളിലേക്ക് ഇദ്ദേഹത്തിന് നോക്കണം. പ്രധാനമായിട്ട് നോട്ടം എത്തുന്നത് പൂർണ്ണം പശ്യതി രവിജ തൃതീയ ദശമേ എന്നാണ്. 3ലേക്കും 10ലേക്കും പൂർണ്ണ ദൃഷ്ടിയുണ്ട് ശനിക്ക്. കൂടാതെ 7ാം ഭാവത്തിലേക്ക് എല്ലാ ഗ്രഹങ്ങൾക്കും ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതും ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നിൽക്കുന്നതിൻ്റെ 3ാം ഭാവത്തിലേക്ക് നോക്കി. അപ്പോൾ 3ാം ഭാവത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഗ്രഹം നിൽക്കുന്നതിനേക്കാൾ ഗ്രഹദൃഷ്ടിക്കാണ് ഫലം കൂടുതൽ എന്നാണ് പറയുക. ശുഭനായാലും അതെ, പാപനായാലും അതെ. അപ്പോൾ 3ാം ഭാവം ധൈര്യം, വീര്യം, ദുർബുദ്ധി, പരാക്രമം, സാഹസം, സഹായസ്ഥാനം കൂടിയാണത്. അപ്പോൾ സഹായികൾ കുറയും, സഹായസ്ഥാനങ്ങൾ കുറയും. നമ്മൾ ഈ ഒരു സമൂഹ ജീവിയാണ് മനുഷ്യൻ, അല്ലേ? അപ്പോൾ പരസ്പരം കൊടുത്തും വാങ്ങിയും ഒക്കെ വേണം ജീവിക്കാൻ. അപ്പോൾ ഇദ്ദേഹം പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊന്നും സഹായങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. സഹായമാണ് എന്ന് ചിന്തിക്കേണ്ട, നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം കുറേ സംഗതികളുണ്ടാവും. അതൊന്നും ലഭിക്കാതെ വരും.
ഇനി ഇത് 3ലേക്കുള്ള ദൃഷ്ടി എന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ലേക്ക് ദൃഷ്ടി, 7ലേക്കുണ്ട് 10ലേക്കുണ്ട്. 7ാം ഭാവം നിവർത്തി സ്ഥാനാണ്. പ്രശ്നങ്ങളില്ലാതെ ഒരു മനുഷ്യ ജീവിതമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ പരിഹരിക്കുകയും കുറച്ചും കൂടി നമ്മൾ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് നീങ്ങുകയും, ഇതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്, വ്യക്തികളുടെ സക്സസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, നിവൃത്തി ഉണ്ടാവണില്ല, പ്രശ്നങ്ങൾക്ക് നിവൃത്തി ഉണ്ടാവുന്നില്ല. പിന്നെ ബാക്കിയുള്ള വിവാഹം, മദന, ആലോകം, ഭാര്യ ഭർത്തൃ സമാഗമം, ശയ്യ, സ്ത്രീ സത്മം, നഷ്ടാർത്ഥം, മൈഥുന, അന്യപി സപ്തമാതി എന്ന് പറഞ്ഞിട്ട് കുറേ സംഗതികൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിവാഹിതനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഭാര്യയുമായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യയും ഇപ്പം ഇത്രയും കാലഘട്ടത്തിൽ ഈ ജാതക പരിശോധനയും ഈ പറഞ്ഞ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് ഭാര്യയുമായിട്ട് പലപ്പോഴും പ്രശ്നം കാണുന്നില്ല. ഭാര്യയുടെ ബന്ധുക്കളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭാര്യ വീട്ടുകാരുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുപോലെ ആലോകനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോട്ടം, ആലോകനം നമ്മൾ ഒരു വ്യക്തിയെ നോക്കുക, അല്ലെങ്കിൽ ചില സംഗതികളെ നോക്കിക്കാണുന്ന രീതിക്ക് വ്യത്യാസം, വേണ്ടതിനെ വേണ്ട രീതിയിൽ കാണാൻ സാധിക്കാതെ വരിക. അപ്പോൾ പല സ്ഥലത്ത് നമുക്ക് വീഴ്ചകൾ വരിക. എൻ്റെത് എപ്പോഴും ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, സംസ്കൃതത്തിൻ്റെ ഈ വേർഡുകൾ പല രീതിയിലാണ്, പല അർത്ഥങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആലോകനം, ഈ നോട്ടം എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ടതിനെ വേണ്ടതുപോലെ കാണാൻ സാധിക്കാതെ വരിക. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരിക, അവനവൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കാതെ വരിക, എല്ലാം പെടും. ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ വരിക. ഇതൊക്കെ ഇയാളെ പ്രഷറിലാക്കുന്നുണ്ട്, ഇയാളെ പ്രശ്നത്തിലേക്ക് നയിക്കുന്നുണ്ട്. 10ാം ഭാവം പ്രധാനമായിട്ട് നമ്മുടെ ആസ്പദമാണ്, നിലനിൽപ്പാണ്, തൊഴിലാണ്, മറ്റു പലതുമാണ്. ഇദ്ദേഹത്തിൻ്റെ തൊഴിലിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയധികം ഇത് എല്ലാം കൂടി ഒന്നിച്ചു വരും എന്നല്ല പറയുന്നത്, എങ്കിലും ഒരു സ്ഥാനത്ത് നിൽക്കും. അതായത് ലഗ്നത്തിൽ നിൽക്കുന്ന ശനി, കണ്ടകശനി, ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ടാണ് നമ്മളിപ്പോൾ കണ്ടകശനി ഇദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും അധികം പ്രശ്നങ്ങളിൽ കൂടി ഈ വ്യക്തിക്ക് കടന്നു പോകേണ്ടി വരും. ഇത്രയും പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയി ഇതിനെയൊക്കെ തരണം ചെയ്ത് വന്ന ഒരു വ്യക്തി ഒരു കണ്ടകശനി കാലം കഴിയുമ്പോഴത്തേക്ക് അവൻ പാകപ്പെട്ടവനായിട്ട് മാറും, കുറെ കൂടി പക്വതയുള്ളവനായിട്ട് വരും. ഇനി ഇത് തന്നെ ഈശ്വരാധീനമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ കഷ്ടപ്പാട് മുഴുവൻ ഇദ്ദേഹത്തിന്, കൂടാതെ കണ്ടകശനി കാലത്ത് എപ്പോഴും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിൽ പ്രശ്നം ഉണ്ടാകും, സുഹൃത്തുക്കളുമായിട്ട് ബന്ധുക്കളുമായിട്ട് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഇതെല്ലാം ഇദ്ദേഹത്തിന് കണ്ടകശനി കാലം കഴിയുമ്പോഴേക്കും ഈ കഷ്ടപ്പെട്ടത് മുഴുവനും, ഈ ബുദ്ധിമുട്ടിയത് മുഴുവൻ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള മറ്റൊരു ഫലത്തെ കൊടുക്കുന്നതായിരിക്കും. ദൈവാധീനം ഉള്ള വ്യക്തിയാണ് എങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വിദേശത്തേക്ക് പോകാൻ സാധിക്കും, പെൺകുട്ടികളുടെ വിവാഹം നടക്കും. അപ്പോൾ വിദേശത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ എപ്പോഴും ആ തുടക്കം തുടങ്ങിയിട്ട് അപ്പുറത്തേക്ക് അക്കരെ എത്തിപ്പെടുന്നത് വരെ ശരിക്കും നല്ല ടെൻഷനും ബുദ്ധിമുട്ടും ഉള്ള കാലഘട്ടമായിരിക്കും ഭൂരിപക്ഷത്തിനും. അവിടെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവർക്ക്, സാധാരണക്കാരെ സംബന്ധിച്ച് അത്രയും എത്തിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും അലഞ്ഞ് തിരിഞ്ഞ് അത് ബുദ്ധിമുട്ടാണ്. ഇനി അക്കരെ എത്തിയാലോ അവിടവുമായിട്ട് അവിടുത്തെ ഭാഷ, ഭക്ഷണം, സംസ്കാരം, ജീവിത രീതി, തൊഴിൽ, ഇതിനോടെല്ലാം പൊരുത്തപ്പെട്ട് വരാൻ ഈ 2.5 കൊല്ലം എടുക്കും. ഇത് കഴിഞ്ഞാൽ ഈ വ്യക്തി സേഫായി, അയാൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജീവിതത്തിൻ്റെ മാറ്റം വന്നു കഴിഞ്ഞു. പക്ഷെ ഈ ക്ലോസ് അവിടെയുണ്ട്, ഇദ്ദേഹം ദൈവാധീനമുള്ള വ്യക്തിയായിരിക്കണം. ശരിയാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കണ്ടകശനിയുടെ നിർവചനം വളരെ വലുതായിരുന്നു. സാധാരണ നമ്മൾ പല ജ്യോതിഷന്മാരോട് സംസാരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ഡെഫിനിഷൻസ് കിട്ടാറുണ്ട്, പല രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാണാറുമുണ്ട്. അപ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് പറഞ്ഞതുപോലെ ശരിക്കും ശനി പോകുന്ന സമയത്ത് നല്ലത് കൊടുത്തിട്ട് പോകുന്നതാണ് ശനി. അത് ആൾക്കാർ തിരിച്ചറിയാൻ സമയങ്ങളെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കണ്ടകശനിയോ ഏഴരശനിയോ അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിളിക്കുന്നറിയില്ല, ഇപ്പം അഷ്ടമശനി എന്താണെങ്കിലും അവരുടെ പ്രശ്നത്തിൽ ആ പറയുന്ന
ചെറിയ സാക്രിഫൈസ് കൂടെ വലിയൊരു സക്സസ് കിട്ടട്ടെ, അവർക്ക് എല്ലാം നേരിടാനുള്ള ഒരു പക്വതയാകട്ടെ, സന്തോഷം വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.